ഗായ്സ് വെൽക്കം ബാക്ക് ടു ശ്വേത പ്രണവം. സോ ഞാൻ കുറേ ഒരു വീഡിയോ ഇട്ടിട്ട്, കാരണം ഞാൻ കഴിഞ്ഞ ഒരു ചെറിയ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എനിക്ക് എക്സാം ആയിട്ട് നല്ല ബിസി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റായിരുന്നു കേട്ടോ. ലോങ് വീഡിയോസ് ആകുമ്പോൾ എഡിറ്റ് ചെയ്യാൻ കുറേ നേരം എടുക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇടാണ്ടിരുന്നത്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരളത്തിൽ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിപ്പോൾ ഒരു UPSC പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ കുറേ പേർക്ക് കോച്ചിങ് ക്ലാസ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഒരു കോച്ചിങ് ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സൊന്നും എടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ മെയിനായിട്ട് കോച്ചിങ് ക്ലാസ്സിൽ പോകണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് സീരീസും പിന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അതിപ്പോൾ ഓൺലൈനായിട്ട് ചെയ്ത് നമുക്ക് ക്ലാസ് കേൾക്കാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് സീരീസോ അല്ലെങ്കിൽ നമുക്ക് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ പോയി പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ മാത്രമല്ല, നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോസ് നോക്കിയാലും ഏകദേശം എല്ലാ വീഡിയോസും നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് മലയാളത്തിൽ കിട്ടാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ടൊക്കെ തീരുന്നു. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. ഞാൻ 2024 അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ടോപ്പിക്സ് ഞാൻ ലാസ്റ്റ് സെമസ്റ്ററിലാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ടോപ്പിക്സ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഞാൻ ന്യൂസ് പേപ്പർ റീഡിങ് എൻ്റെ കോൺസ്റ്റൻ്റ് ആയിരുന്നില്ല. മാത്രമല്ല, നമുക്ക് സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പോൾ 2024 പേപ്പറായിരുന്നു ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്ത് പോയവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്, അതായത് UPSCക്ക് പ്രിപ്പയർ, ഇപ്പോൾ PSCക്ക് ആയാലും UPSCയുടെ കുറേ കണ്ടൻറ്റ് PSCയിലും ഉണ്ട്. അപ്പോൾ നമുക്കൊരു ബിഗിനേഴ്സ് ഗൈഡ് പോലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ UPSC എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. 3 സ്റ്റേജാണ് ഉള്ളത്: പ്രിലിംസ്, മെയിൻസ്, പിന്നെ ഇൻ്റർവ്യൂ. പ്രിലിംസിന് വന്നിട്ട് ബേസിക് കാര്യങ്ങളായിരിക്കും ചോദിക്കുക. പ്രിലിംസ് വന്നിട്ട് 2 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് GS പേപ്പർ 1ഉം GS പേപ്പർ 2ഉം. GS പേപ്പർ 1 എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ GS പേപ്പർ 1 2 hour ആണ്, 200 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾക്ക് UPSC ഗൈഡ് ലൈൻസ് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാനൊക്കെ ഇതിൻ്റെ ബേസിക് ഇൻഫർമേഷൻ കിട്ടും. സോ 2 പേപ്പറാണുള്ളത്. അതേപോലെ തന്നെ പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ മെയിൻസ് ആണ്, അത് 9 പേപ്പേഴ്സാണ് ഉള്ളത്. പിന്നെ ഇൻ്റർവ്യൂ, ഇത് ഓരോ സ്റ്റേജിൽ എലിമിനേഷൻ നടത്തിയിട്ടായിരിക്കും നടത്താം. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ സുഖമായിട്ട് കിട്ടുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു പ്രിപ്പയർ ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാനും. അപ്പം ഞാനിവിടെ എൻ്റെ 2025 പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ നാളെ മുതൽ പഠിക്കാൻ തുടങ്ങും. ഞാൻ ഫ്രഷ് ആയിട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ബിക്കോസ് നമ്മൾ വൃത്തിയായിട്ടിരുന്ന് പഠിച്ചാലേ സംഭവം കിട്ടുള്ളൂ. അപ്പം ഞാൻ ഫ്രഷ് ആയിട്ട്, ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ അക്ഷിത് ജെയിൻ സർ. ആൾ 2018 ഓൾ ഇന്ത്യ റാങ്ക് 2 ആണ്. അപ്പോൾ ആളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ഞാൻ ഫോളോ ചെയ്യണത്. സോ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സിലബസ് ആണ് നോക്കേണ്ടത്. സിലബസ് നോക്കിയിട്ട് കാര്യമില്ല. കാരണം സിലബസ് നമ്മൾ വൃത്തിയായിരുന്ന് എഴുതുക. സിലബസ് വൃത്തിയായി എഴുതുക, നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കുക. അപ്പോൾ ആ സിലബസ് നോക്കിയ ശേഷം മാത്രമേ ബുക്ക് ലിസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ബുക്ക് ലിസ്റ്റ് ഇപ്പോൾ കുറേ ഉണ്ട്. ഞാൻ ഫോളോ ചെയ്യണത് അക്ഷിത് ജെയിൻ സാറിൻ്റെ ബുക്ക് ലിസ്റ്റാണ്. ഞാൻ ബുക്ക് ലിസ്റ്റും അതിൻ്റെ വേറെ വീഡിയോസ് ആയിട്ട് വരുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബിഗിനേഴ്സ് ഗൈഡ് പോലെ ഞാൻ പറയണത്. ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അതായത് ഈ വീഡിയോ ആർക്കാ വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം, ബട്ട് എവിടെ നിന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം, എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഇത്. കാരണം നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് എവിടെ നോക്കിയാലും കിട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ ഞാൻ അക്ഷിത് സാറിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. സോ ഞാൻ 3 ഫേസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫേസ് വന്നിട്ട് ജൂലൈ ടു ഒക്ടോബർ. നമ്മൾ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബറിൽ തീരും. അപ്പോൾ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബറിൽ തീരുമ്പോൾ മെയിൻ പ്രയോറിറ്റി ഓപ്ഷണൽസിൽ കൊടുക്കുക കേട്ടോ. കാരണം ഓപ്ഷനിൽ നല്ലോണം 2 പേപ്പർ ഉണ്ട്, 250 മാർക്സിൻ്റെ. അപ്പോൾ ഓപ്ഷണലിൽ മാത്രം മെയിൻ പ്രയോറിറ്റി കൊടുക്കണം. കാരണം ഓപ്ഷനിൽ മെയിൻ പ്രയോറിറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓപ്ഷനിൽ മെയിൻ പ്രയോറിറ്റി കൊടുക്കണം. സെക്കൻഡ്, ഡെയിലി ആൻസർ റൈറ്റിംഗ്. നമുക്കറിയാം, നമുക്ക് കുറേ ടോപ്പേഴ്സിന് കുറേ ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അപ്പം പഴയ UPSCയുടെ ഒഫീഷ്യൽ
ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലിങ്ക് കൊടുക്കാം. UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ടോപ്പേഴ്സിൻ്റെ ആൻസേഴ്സ് കിട്ടും. അപ്പോൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക ഫ്രം ദി day 1 ഇറ്റ്സെൽഫ്. നിങ്ങൾ ഇന്നാണ് തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ആൻസർ റൈറ്റിംഗ് തുടങ്ങുക. കാരണം ഒരു ഡെയിലി അതിന് വേണ്ടി ഒരു 3 ആൻസർ വെച്ച് ഇപ്പോൾ നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് ടോപ്പിക്സ് അറിയില്ല. അപ്പോൾ അതുവരെ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക. ഞാൻ ചിലവരെ കണ്ടിട്ടുണ്ട് ഡെയിലി ലൈക്ക് ഒരു 10 അതായത് ഒരു 2 to 3 hours ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ട്. അത്ര നേരമൊന്നും എടുക്കരുത്. 1.5 അല്ലെങ്കിൽ 2 hours ബിഗിനേഴ്സ് ആണെങ്കിൽ 2, എക്സ്പേർട്ട് ആണെങ്കിൽ 1.5. ആ ഒരു 1.5 2 hours ന്യൂസ് പേപ്പർ തീർക്കാൻ നോക്കുക. എന്നിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇപ്പോൾ നമുക്ക് ഒരു കറണ്ട് അഫെയർസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് UPSCയിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെയിലി രാവിലെ എണീച്ച് കഴിഞ്ഞ് ന്യൂസ് പേപ്പർ ഹിന്ദു ന്യൂസ് പേപ്പറാണ് ഞാൻ പ്രിഫർ ചെയ്യണത്. ഹിന്ദു ന്യൂസ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഫീഡ് ചെയ്ത് വെക്കുക ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. അതാകുമ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ചെയ്യാം. സബ്ജക്റ്റ് വൈസാണ് നിങ്ങൾ കറണ്ട് അഫെയർസ് നോട്ട് ചെയ്ത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉപകാരമാണ്. കാരണം നിങ്ങൾ പിന്നെ മെയിൻസ് ആൻസർ റൈറ്റിങ്ങിന് അത് നല്ല ഉപകാരമായിരിക്കും. സോ തേർഡ് ന്യൂസ് പേപ്പർ വന്നിട്ട് ഡെയിലി വായിക്കുക. അതാണ് ഫേസ് 1 മെയിൻ പ്രയോറിറ്റി ഓപ്ഷൻ സബ്ജക്റ്റ് ആയിരിക്കണം. ഓപ്ഷൻ സബ്ജക്റ്റ് ഈ ഒരു ഒക്ടോബറിനുള്ളിൽ നിങ്ങൾ ഓപ്ഷൻ സബ്ജക്റ്റ് തീർക്കാൻ നോക്കണം. പിന്നെ സെക്കൻഡ് ഫേസ് November to February. November to February മെയിൻ പ്രയോറിറ്റി GS പേപ്പറിനായിരിക്കണം. കാരണം GS പേപ്പറിനാണ് നമുക്ക് പ്രിലിം ആവാറായി ഒരു November to February പറയുമ്പോൾ. അപ്പം November to February നിങ്ങൾ പ്രിലിംസ് വന്നിട്ട് അതായത് പ്രിലിംസിനും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങേണ്ട സ്റ്റേജ് ആയിട്ടില്ല. ബട്ട് നമ്മൾ GS പേപ്പർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടേ ഇരിക്കണം. സെക്ഷൻ അതായത് സബ്ജക്റ്റ് വൈസ് ആയിട്ട് ന്യൂസ് പേപ്പറിനെ തിരിക്കണം. പിന്നെ ഈ ഒരു ഫേസിലാണ് അതായത് November to February ഫേസിലാണ് നമുക്ക് 3 hour മെയിൻ ഫോർമൽ ടെസ്റ്റ് എഴുതാൻ പറ്റുക. അതായത് നിങ്ങൾക്ക് സബ്ജക്റ്റ് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. ഏകദേശം സബ്ജക്റ്റ് നിങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിലൊരു 2-3 മീൻസ് ദിവസത്തിലല്ല ഒരു വീക്ക്ലി 3 to 4 times 3 hours ഫുൾ ടെസ്റ്റ് ഇരുന്ന് എഴുതാൻ നോക്കണം. അപ്പോൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്റ്റേജിൽ. കാരണം നിങ്ങൾ ഓപ്ഷൻസ് ഒരു തവണ ആകുമ്പോഴേക്കും ഒക്ടോബറോടെ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളത് ഇനി ആൻസർ റൈറ്റിംഗ് ആണ്. കാരണം ഓപ്ഷണൽസ് മെല്ലെ മെല്ലെ ഈ ഫേസിൽ റിവൈസ് ചെയ്യുക. മെയിൻ പ്രയോറിറ്റി GS പേപ്പറിന് കൊടുക്കുക. അതാകുമ്പോൾ മെയിൻ പ്രയോറിറ്റി GS പേപ്പറിൽ കൊടുക്കുമ്പോൾ നമുക്ക് സുഖമായിരിക്കും. കാരണം നമുക്ക് 3 hour ടെസ്റ്റ് സുഖമായിട്ട് എഴുതാൻ പറ്റും. പിന്നെ essays ഈ ഒരു സ്റ്റേജോട് തുടങ്ങണം. essay എഴുതാൻ പ്രാക്ടീസ് ചെയ്യണം. ഒരു 5 to 6 essays എങ്കിലും നിങ്ങൾ പ്രിലിംസ് ആകുമ്പോഴേക്കും എഴുതണം കേട്ടോ. 5 to 6 essays എങ്കിലും എഴുതണം പ്രിലിംസ് ആകുമ്പോഴേക്കും. പിന്നെ ഉള്ളത് March to പ്രിലിംസ് ആണ്. അതായത് ഞാൻ ഫെബ്രുവരി ഉള്ള കാര്യം പറഞ്ഞു. ഇനി March to പ്രിലിംസ് ആണ്. മാർച്ച് തൊട്ട് പ്രിലിം വരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓൺലി പ്രയോറിറ്റി പ്രിലിം ആയിരിക്കണം. പ്രിലിം റിലേറ്റഡ് ആയിരിക്കണം നിങ്ങൾ വായിക്കുക. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഫെബ്രുവരി ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യണം നല്ലത്. ഫെബ്രുവരി ആകുമ്പോഴേക്കും നിങ്ങൾ GS പേപ്പറും ഓപ്ഷനും ഏകദേശം ഒരു തവണ തീർത്തുണ്ടാവും. അപ്പോൾ ഇനി വായിക്കേണ്ടത് ഫുള്ള് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കണം വായിക്കേണ്ടാവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവൈസ് ചെയ്യുക. എത്ര മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും മോക്ക് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം പ്രാക്ടീസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എത്ര പഠിച്ചാലും നമ്മുടെ കോൺസെപ്റ്റ് മാറിപ്പോവും. അതായത് അതായത് ഈ ഒരു UPSC എന്ന് പറയുന്നത് കോൺസെപ്ഷൻ സ്റ്റഡിയാണ്. കാരണം കോൺസെപ്റ്റാണ് മെയിൻ നോക്കേണ്ടത്. സോ ഇതാണ് ഈ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഫോളോ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പം ഞാൻ ഇനിയും അപ്ഡേറ്റ്സ് ആയിട്ട് വരും. ഇത് ഞാൻ ജസ്റ്റ് ഒരു അതായത് ബേസ് അറിയാവുന്ന ആളാണ്. പക്ഷേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. അങ്ങനെയാണ് ഇനി ഞാൻ കൂടുതൽ വീഡിയോസ് ആയിട്ട് വരുന്ന കേട്ടോ. ഇനി നമുക്ക് എൻ്റെ ഓപ്ഷൻ സബ്ജക്റ്റ് ആന്ത്രോപോളജി ആണ്. അപ്പോൾ ഞാൻ ആന്ത്രോപോളജി എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ വേറെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. സോ നിങ്ങൾക്ക് മീൻസ് കോച്ചിങ് ഒന്നും പോവാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇത് ഭയങ്കര ഉപകാരപ്പെടും കേട്ടോ. സോ ഇത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ ബുക്ക് ലിസ്റ്റും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.